പാലക്കാട് ജില്ലയിൽ ഇത്തവണ അത്യാവശ്യം നല്ല ചൂടാണ്. നമ്മൾ പൊതുവേ കേരളത്തിലെല്ലായിടത്തും നല്ല ചൂടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പാലക്കാട് ജില്ലയിലും നല്ല നല്ല രീതിയിലുള്ളൊരു ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ അവധി കൊടുക്കാം, ഫിസിക്കൽ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് അവധി കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അംഗൻവാടികൾക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഓർഡറിൽ. കാരണം അംഗൻവാടികൾ എപ്പോഴും നമ്മൾ കുട്ടികളെ വിടുക എന്നുള്ളത് മാതാപിതാക്കളുടെയും കൂടെ ഒരു ചോയ്സ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട, ഇപ്പം തണലത്ത് നിന്ന് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻസും ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും കൊണ്ടുവന്നിട്ടില്ല, നമ്മളുടെ ഇവിടെ നിന്നാണെങ്കിലും കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമ്മുടെ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെന്ന് പറയുന്നത് കുറേ പേരെങ്കിലും തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരുടെ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പം അവർ വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അംഗൻവാടികൾക്ക് കൊടുക്കാത്തത്. നിയന്ത്രണമില്ല, അംഗൻവാടികൾക്ക് നിയന്ത്രണമില്ല. അംഗൻവാടികൾക്ക് ഇപ്പം അതെപ്പോഴും പേരൻസിൻ്റെ ചോയ്സ് ആണല്ലോ. അംഗൻവാടികളിൽ വിടാതിരിക്കാം, കുട്ടികളെ വിടാതിരിക്കണമെങ്കിൽ പേരൻസിന് അത് ചെയ്യാം. അംഗൻവാടികളിലുള്ളൊരു അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അംഗൻവാടികൾ നിർത്തലാക്കി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പം ചില പേരൻസിനെങ്കിലും ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഡെയിലി വേജിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അത് ആ വീടിൻ്റെ ലൈവ്ലിഹുഡിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അംഗൻവാടികൾ നമ്മൾ നിർത്തലാക്കാത്തത്. അതല്ല, പേരൻസിന് ആ കാര്യത്തിൽ ഇൻഡിവിജ്വലി തീരുമാനം എടുക്കാം. അതാണ് പറഞ്ഞത്. ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യേണ്ട എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം വളരെയധികം പരാതികൾ നമുക്ക് കുട്ടികളുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയുടെ അടുത്തുനിന്ന്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജസിൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയുടെ അടുത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി അതൊരു ഏർജൻസി ബേസിസിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഓർഡറിലും പറയുന്നത്, എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അർജൻറ്റായിട്ട് എക്സാംസ് ഉണ്ട്, മാറ്റി വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ സഫീഷ്യൻറ്റ് ഫെസിലിറ്റീസ് കൊടുത്തിട്ട് എക്സാംസ് നടത്തുക. UV ഇൻഡെക്സ് ഹൈ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഒരു പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു പൊതുവേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നില്ല, അത്യാവശ്യം നല്ലൊരു ചൂടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുക്കാം. തൊഴിൽ വകുപ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നു 11 മണി തൊട്ട് 3 മണി വരെയുള്ള സമയത്ത് വെയിലത്തിറങ്ങി ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ എല്ലാവരും പാലിക്കേണ്ടതാണ്. റിപ്പോർട്ട് തയ്യാറായിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. മിക്കവാറും ഈ ഒരു ആഴ്ചയുടെ അവസാനത്തോടു കൂടി അതിന് തൊട്ട് മുന്നേ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. മൊഴിയെടുപ്പ്, ഇപ്പോൾ കാൻഡിഡേറ്റിൻ്റെ മൊഴി എടുത്തു, പിന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അന്ന് പരാതി തന്നിട്ടുള്ളവരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അതുമായിട്ട് പൈസ കിട്ടി എന്ന് പറയുന്ന ലേഡി, പൈസ കൊടുത്തു എന്നുള്ള അലിഗേഷൻ ഉള്ള ലേഡി, അവരുടെയും മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു.